ഹലോ ഫ്രണ്ട്സ്, വണ്ടി മാരുതി സിയാസ് ആണ്. സിയാസ് 2017 മോഡൽ വണ്ടിയാണ്. പാലക്കാടുള്ള വണ്ടി തന്നെയാണ്. ഇതിൽ കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി റണ്ണിങ്ങിൽ സ്പീഡിൽ പോകുമ്പോൾ സ്റ്റിയറിങ്ങിന് ഒരു ചെറിയൊരു വൈബ്രേഷനും, അതുകൂടാതെ നമ്മൾ പയ്യെ ഒരു 10 കിലോമീറ്റർ അല്ലെങ്കിൽ ചെറിയ സ്പീഡിൽ പോയിട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ടയർ കിടന്നിട്ട് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നല്ലോണം ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇളകുക. ആ ഒരു കംപ്ലൈൻ്റ് ആണ് കസ്റ്റമർക്ക് ഉണ്ടായിരുന്നത്. അത് മാത്രമല്ല, ഫ്രണ്ടിൽ നല്ല സൗണ്ടും ഉണ്ടായിരുന്നു. നമ്മൾ മറ്റേ റഫ് റോട്ടിലൊക്കെ ഓടിക്കുമ്പോൾ, അതുപോലെ തന്നെ നമ്മൾ ഈ റോട്ടിൽ തന്നെ ചെറിയ കട്ടറിൽ ചാടുമ്പോൾ ആ സമയത്തൊക്കെ നല്ലവണ്ണം പടപടാന്ന് അടിക്കുന്നുണ്ട്, നല്ല സൗണ്ട് ഉണ്ട്. അത് മാത്രമല്ല, നമുക്ക് വണ്ടി നിർത്തിയിട്ടിട്ട് ഒരു രണ്ടാളെ വെച്ചിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഇട്ടിട്ട് നമ്മളൊന്ന് ഷെയ്ക്ക് ചെയ്ത് നോക്കിയാലും ആ ഒരു സൗണ്ട് ടിക്കിട്ടുന്ന സൗണ്ട് നല്ലവണ്ണം വരുന്നുണ്ട്. അതേപോലെ നമുക്ക് ആ ഒരു കംപ്ലൈൻറ്റ് തന്നെ നമുക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വെറുതെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഷെയ്ക്ക് ചെയ്താലും നമുക്കൊരു ആ ഒരു സൗണ്ട് മുമ്പ് നമ്മൾ വർക്ക് ചെയ്യുന്നതിന് മുന്നേ ആ ഒരു സൗണ്ട് ഉണ്ടായിരുന്നു. അത് മെയിനായിട്ട് ആ സൗണ്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് കട്ട് ബുഷ് പോകുമ്പോഴും പിന്നൊന്ന് ലിങ്ക് റോഡ് പോകുമ്പോഴാണ് ആ ഒരു ഷേക്കിംഗ് സമയത്ത് വരുന്ന സൗണ്ട് വരുന്നത്. ബാക്കി സ്റ്റിയറിംഗ് റാക്കിന്റെ ബുഷ്, ഡാമ്പർ പാഡ് ലൂസ് ആവുക, അങ്ങനെയുള്ള കംപ്ലൈന്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് കട്ട് റോട്ടിൽ പോകുമ്പോൾ മാത്രമേ സൗണ്ട് ഉണ്ടാവുള്ളൂ. നമ്മൾ നിർത്തിയിട്ടിട്ട് ഒന്ന് ഷെയ്ക്ക് ചെയ്യുമ്പോൾ അത്രത്തോളം സൗണ്ട് കിട്ടില്ല. നല്ലവണ്ണം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൗണ്ട് വരും. അതല്ലാതെ നോർമലി ഒരു നിൽക്കുമ്പോൾ ചെറിയൊരു ഇതിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സൗണ്ട് കിട്ടില്ല. പക്ഷേ നമ്മുടെ കട്ട് ബുഷും ഇതുപോലെ സ്റ്റെബിലൈസറിന്റെ ലിങ്ക് റോഡും ചെറിയൊരു വീക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും ആ സൗണ്ട് നമുക്ക് റിപ്പീറ്റ് വന്നുകൊണ്ടേയിരിക്കും. നല്ല സൗണ്ട് ആയിരിക്കും കട്ട് റോട്ടിൽ. അതേപോലെ തന്നെ നമ്മുടെ കാലിപ്പർ പിന്നൊക്കെ ലൂസായി കഴിഞ്ഞാലുള്ള സൗണ്ട് ഉണ്ടല്ലോ, ആ ഒരു സെയിം സൗണ്ട് നല്ലവണ്ണം ഹെവി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ കാലിപ്പർ സൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് റോഡിൽ പോകുമ്പോൾ നല്ലവണ്ണം സൗണ്ട് ഉണ്ടാവും. പക്ഷെ നമുക്ക് ബ്രേക്കിൽ ഒരു പൊടിക്ക് നമുക്ക് കാല് കൊടുത്തു കഴിഞ്ഞാൽ, ബ്രേക്ക് ഫുള്ളായിട്ട് ചവിട്ടാനല്ല, ഒരു നൂലുക്ക് നമ്മളിങ്ങനെ ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സൗണ്ട് ഫുള്ളായിട്ട് അറസ്റ്റ് ആവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാലിപ്പർ പിന്നാണ് സൗണ്ട്. അതൊക്കെ സിയാസിനൊക്കെ മെയിനായിട്ട് വരുന്ന സാധനം. സിയാസിന് മാത്രമല്ല, മാരുതിയുടെ വണ്ടികൾക്ക് കൂടുതലും പെട്ടെന്ന് ഒരു 10,000 കിലോമീറ്റർ ഒക്കെ ഓടുമ്പോഴത്തേക്കും കാലിപ്പർ പിന്ന് സൗണ്ട് വരും. നമ്മൾ എല്ലാ സർവീസിലും ലൂബ് ചെയ്ത് കൊടുക്കും. ലൂബ് ചെയ്തിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഷിം ഇട്ടിട്ട് അത് ക്ലിയർ ആക്കാറുണ്ട്. അതിലും നമുക്ക് കിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് മറ്റേ കാലിപ്പർ പിന്നി മാറ്റി കൊടുക്കുക. കറക്റ്റ് ഒരു 10,000 ഇല്ല എന്നുണ്ടെങ്കിൽ 15,000 ഇല്ലെങ്കിൽ ബ്രേക്ക് പേഡ് മാറും. ബ്രേക്ക് പേഡിന്റെ ലൈഫ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 25,000 കിലോമീറ്റർ, 20-25,000 കിലോമീറ്റർ നല്ല രീതിക്ക് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 30,000 കിലോമീറ്റർ വരെ കിട്ടും നമുക്ക് ബ്രേക്ക് പേഡൊക്കെ. അപ്പോൾ നമുക്ക് ഈ ബ്രേക്ക് പേഡ് മാറുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ കാലിപ്പർ പിന്നും കൂടെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാലിപ്പർ പിന്നിന് ഏകദേശം ഒരു 250-300 രൂപ വരുള്ളൂ ഒരു പെയറിന്, ഒരു സെറ്റിന്. അത് രണ്ട് സൈഡിലും കൂടെ ഒരു 600 രൂപ ചിലവ് വരുള്ളൂ. നമ്മൾ ബ്രേക്ക് പേഡ് മാറ്റുമ്പോൾ ആ കാലിപ്പർ പിന്നും കൈയോടെ കൂടി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാലിപ്പറിൽ വരുന്ന ഓവലാവും. ഇങ്ങനെ അടിച്ചടിച്ച് ആ കാലിപ്പർ ഓവലായി പിന്നെ കാലിപ്പറും കൂടെ മാറ്റേണ്ടി വരും. അതിനേക്കാളും നല്ല നമുക്ക് ഈ കറക്റ്റ് ബ്രേക്ക് പേഡ് മാറുമ്പോൾ അതിൻ്റെ കൂടത്തിൽ തന്നെ കാലിപ്പർ പിന്നും കൂടെ മാറുകയാണെന്നുണ്ടെങ്കിൽ ആ കാലിപ്പർ ഓവലാവുന്നത്, വലിയ കംപ്ലൈൻറ്റിലേക്ക് പോകുന്നത് നമുക്ക് ചുരുക്കാൻ പറ്റും. നമുക്ക് ഒരുപാട് സർവീസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു റിലേറ്റഡ് പാർട്സ് നമുക്കിങ്ങനെ സർവീസ് മെയിൻ്റനൻസിൽ നമുക്ക് കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിയുടെ ലൈഫ് നമുക്ക് കൂടും. അതുപോലെ വണ്ടിയുടെ പുതുമ നമുക്ക് നഷ്ടപ്പെടുകയില്ല. എപ്പോഴും കുറേ ലൈഫ് കിട്ടും. നമ്മളിപ്പോൾ ഒരു വണ്ടിയുടെ ബ്രേക്ക് പേഡ് പോകുമ്പോൾ ബ്രേക്ക് പേഡ് മാത്രം മാറും. അതേ പിന്നിൽ ഒത്തിരി ഗ്രീസൊക്കെ ഇട്ടിട്ട് കയറ്റും. കുറച്ചൊരു 5,000 കിലോമീറ്റർ ഓടുമ്പോഴേക്കും വീണ്ടും സൗണ്ട് ആവും. പിന്നെ ഇത് കിടന്ന് അടിക്കുകയാണ്. ഒരു ഹോളിൻ്റെ ഉള്ളിൽ ഒരു കമ്പി ഇട്ടിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഒരു കുറേയൊക്കെ അടിക്കുമ്പോൾ അത് ഓവലാകുമ്പോൾ നമുക്ക് ഈ പാർട്സിന് കൂടെ തന്നെ ആ ഒരു പാർട്സും കൂടെ നമുക്ക് മാറ്റേണ്ടി വരുമ്പോൾ അത് നമുക്ക് എക്സ്പെൻസ് ആണ്. അപ്പോൾ അതിനേക്കാളും നല്ലത് നമുക്ക് ചുരുങ്ങിയ ചെലവിലുള്ള എല്ലാ കാര്യങ്ങളും സർവീസിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ വണ്ടിക്ക് ലൈഫ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ കാലിപ്പർ പിന്നെ മാറി അടുത്തൊരു 10,000 കിലോമീറ്ററിൽ വരുമ്പോൾ നമ്മൾ ഷിമ്മിട്ട് ചെയ്തു, ആദ്യം ഗ്രീസ് ഇട്ട് ചെയ്ത് പിന്നെ ഷിമ്മിട്ട് ചെയ്തു. അങ്ങനെ വരുമ്പോൾ ആ കാലിപ്പറിന് ഒരു തരത്തിലുള്ള ഓവലും കാര്യങ്ങളും വരില്ല. അപ്പോൾ പിന്നെ നമുക്ക് പിന്നെ മാത്രം മാറി, പിന്നെ ബ്രേക്ക് പേഡ് മാറുമ്പോൾ കാലിപ്പർ പിന്നെ മാറിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് സർവീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് എപ്പോഴും നമുക്ക് ലൈഫ് കൂടുതലായിരിക്കും. നമുക്ക് കുറേ കാലം നമുക്ക് ആ ഒരു വണ്ടി നല്ല നീറ്റ്നെസ്സോടെ കൂടി നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും. അതുപോലെ നമ്മളിതിൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റെബിലൈസറിൻ്റെ ലിങ്ക് റോഡ് 2 മാറ്റി, അതുപോലെ ടൈ റോഡ് എൻഡ് 2 മാറ്റി, സ്റ്റെബിലൈസറിൻ്റെ കട്ട് ബുഷ് 2 മാറ്റി, പിന്നെ ബ്രേക്ക് പേഡ് മാറ്റി, കാലിപ്പറിൻ്റെ പിന്നും മാറ്റി. നമ്മൾ ഇത്രയും കംപ്ലൈൻ്റ് ആണ് ഇതിനകത്ത് നമ്മൾ ചെയ്തേക്കുന്നത്. ബുഷ് ഞാൻ പറഞ്ഞ മാതിരി ഇതുപോലെ ഇതിപ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലോ റാമിൻ്റെ ബുഷൊക്കെ പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലൊരു കയറ്റത്തൊക്കെ നിർത്തുക. വണ്ടി കയറ്റത്ത് നിർത്തിയിട്ട് പയ്യൊന്ന് ബ്രേക്ക് ചവിട്ടി വിട്ടാൽ മതി.
ഇങ്ങനെ വിട്ട് 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 ചവിട്ടുമ്പോൾ ഈ ഫ്രണ്ട് വീല് നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും പോകുന്ന ഒരു ഫീലിംഗ് നല്ലോണം കിട്ടും. അതോടുകൂടി തന്നെ ഒരു ചെറിയൊരു ഇടുപ്പും കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോവർ ആമിൻ്റെ ബുഷ് കംപ്ലൈൻ്റ് ആണ്, അത് മാറ്റണം. ലോവർ ആമിൻ്റെ ബുഷ് മാത്രമായിട്ട് നമുക്ക് ഇതിനകത്ത് കിട്ടും. സോണ അങ്ങനെയുള്ള കമ്പനിയുടെ ലോവർ ആമിൻ്റെ ബുഷ് മാത്രമായിട്ട് നമുക്ക് മാറ്റാൻ കിട്ടും. അങ്ങനെയും മാറ്റാം. പക്ഷേ ലൈഫ് ഒറിജിനൽ ഇടുന്നതിൻ്റെ ആയിട്ടൊരു ലൈഫ് വരില്ല. പിന്നെ ഈ ബുഷും പോയി സ്റ്റിയറിംഗ് ബോൾ ജോയിന്റും പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോവർ ആം അസംബ്ലി മാറുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ടിൻ്റെയും കൂടെ എമൗണ്ട് പിന്നെ ലേത്ത് വർക്ക് പ്രസ്സിങ്ങിൻ്റെ ചാർജൊക്കെ കൂടി വരുമ്പോൾ നമുക്ക് പുതിയതിൻ്റെ വിലയുടെ അടുത്തെത്തും. അതിനേക്കാളും നല്ലത് നമുക്ക് ഒറിജിനൽ പുതിയത് ലോവർ ആം മേടിച്ചിടുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ അങ്ങനെയാണ് ആ ലോവർ ആമിൻ്റെ ബുഷ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കുക. പിന്നെ റാക്ക് ബുഷൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിയറിംഗിൽ തന്നെ ലെഫ്റ്റ് സൈഡ് വീല് നമുക്ക് ഷേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നല്ലൊരു ഇടുപ്പ് നമുക്ക് കിട്ടും. റാക്ക് ബുഷ് പോയതിൻ്റെ കിടുക്കിടുക്കിടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആടും നമുക്ക്. അങ്ങനെ വരുമ്പോൾ നമുക്ക് റാക്ക് ബുഷ് മാത്രമായിട്ട് നമുക്ക് കടഞ്ഞിടാൻ പറ്റും. അതും നമുക്ക് ലൈഫ് അങ്ങനെ പറയാൻ പറ്റില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ റാക്ക് ബുഷ് ഒരു താൽക്കാലികം മാത്രം, ഒരു 1000 രൂപയുടെ ചിലവ് നമുക്ക് ലേത്തിൽ ചിലവ്, പിന്നെ നമ്മുടെ അഴിക്കുന്നതിൻ്റെ ലേബറും വരും. അതായത് നമ്മൾ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 6 to 7 രൂപ കണ്ടോ റാക്കിന് വരുന്നുണ്ട്. അപ്പോൾ ഈ റാക്ക് ബുഷും അതുപോലെ നമ്മുടെ ഗിയർ ബോക്സിൻ്റെ അതിൻ്റെ റാക്കും പിനിയനും കൂടെ ഷെയ്ക്ക് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ നിവൃത്തിയില്ല, നമുക്ക് മാറ്റി തന്നെ വേണം. സിയാസ്, എർട്ടിക്ക ഈ വണ്ടികൾക്കൊക്കെ നമുക്ക് റാക്ക് ആൻഡ് പിനിയൻ ഷെയ്ക്ക് വരാറുണ്ട്. അതിന് നമുക്ക് റിപ്പയറബിൾ അല്ല, നമ്മളത് ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യാറ്. റാക്ക് ബുഷ് ആണെന്നുണ്ടെങ്കിൽ പിന്നെയും നമുക്ക് കുറച്ച് കാലം കൂടെ ഓടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ ഈ റാക്കും പിനിയനും ഷെയ്ക്ക് വന്നാൽ പിന്നെ വേറെ ഒരു നിവൃത്തിയില്ല, നമുക്ക് ഡയറക്റ്റ് സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് മാറുക തന്നെ വേണം. അപ്പം ഇങ്ങനെയാണ് സർവീസ് മെയിൻ്റനൻസ് ഈ മാരുതിയുടെ വണ്ടികൾക്കൊക്കെ ചെയ്യേണ്ടത്. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ സൂക്ഷിച്ച് ചെറിയ പാർട്സുകൾ മാറ്റേണ്ടതുണ്ടെങ്കിൽ ഒറിജിനൽ തന്നെ കിട്ടാനുണ്ട്. അത്രയും റേറ്റ് ഉള്ളു. മാരുതിയുടെ പാർട്സിനൊക്കെ വളരെ റേറ്റ് കുറവാണ്. അപ്പോൾ അങ്ങനെ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചു കാലം കൂടെ എന്താ പറയുക ഭംഗിയായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും. അത് ഇപ്പോൾ ബ്രേക്ക് പാഡ് മാറുമ്പോൾ ഒരു ഒറിജിനലൊക്കെ ഇടുകയാണെങ്കിൽ 2000 ചില്ലാൻ രൂപയോളം വരുന്നുണ്ട് ഒറിജിനൽ ബ്രേക്ക് പാഡ്. അപ്പോൾ അത് മാറ്റും. അതിൻ്റെ കൂടെ ഒരു 350 രൂപയുടെ കാലിപ്പർ പിന്നെ മാറ്റാൻ നമുക്ക് വലിയ പ്രയാസമില്ല. അത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നീറ്റായിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ കുറച്ചെല്ലാം കഴിഞ്ഞ് മഴക്കാലമൊക്കെ വരാൻ പോണ്. നമ്മുടെ ഇവിടെയൊക്കെ ഇപ്പോൾ മഴ പെയ്ത് തുടങ്ങി. അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാസം കൂടെ കഴിഞ്ഞാൽ മഴക്കാലം തുടങ്ങി. മഴക്കാലം തുടങ്ങുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വണ്ടികളൊക്കെ ലോങ് ഡ്രൈവ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 100 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 20 കിലോമീറ്റർ ആണെങ്കിലും ശരി ഓടിയിട്ട് വന്ന് അങ്ങനെ കൊണ്ടുവന്ന് മഴവെള്ളമൊക്കെ നനഞ്ഞ് അങ്ങനെ കൊണ്ടുവന്ന് നിർത്തി ഹാൻഡ് ബ്രേക്ക് ഇട്ട് നിർത്താതിരിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ ഹാൻഡ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ആസ്പെറ്റോസിൻ്റെ ഒരു മെറ്റീരിയലാണ് വരുന്നത്. അതിൽ വെള്ളം നനഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് ആ വെള്ളത്തോട് കൂടി ഹാൻഡ് ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ഡ്രമ്മിൽ ടച്ച് ചെയ്ത് നിൽക്കുമ്പോൾ ആ വെള്ളം വെടിക്കുമ്പോൾ ഈ ഡ്രമ്മിൽ കിടന്ന് ഒട്ടിപ്പിടിക്കും ഈ ബ്രേക്ക് ഷൂ ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാലത്തൊക്കെ വണ്ടി എടുക്കുമ്പോൾ നമുക്ക് ബാക്ക് നീങ്ങാത്തൊരവസ്ഥ വരും, ജാമായി നിൽക്കും, അത് റിലീസ് ആവില്ല. അപ്പോൾ ചെറിയൊരു സ്പ്രിംഗ് ലോഡിലാണ് നമുക്ക് ഈ ഹാൻഡ് ബ്രേക്ക് റിലീസ് ആവുന്നത്. അത് റിലീസ് ആകാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക് ജാം ആവും. പിന്നെ നമുക്ക് തട്ടലും മുട്ടലും എന്ന് പറഞ്ഞ മാതിരി ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് എപ്പോഴും നിങ്ങൾ രാത്രിയൊക്കെ ഇതുപോലെ മഴ സമയങ്ങളിലൊക്കെ വണ്ടി ഓടിച്ചിട്ട് തിരിച്ച് വണ്ടി വീട്ടിലേക്ക് എത്തിക്കുമ്പോൾ പാർക്ക് ചെയ്യുമ്പോൾ ഹാൻഡ് ബ്രേക്ക് ഇടാതിരിക്കുക, ഗിയറിൽ നിർത്തുക, എന്നിട്ട് ഒരു കട്ട എന്തെങ്കിലും വീലിൽ വെച്ചിട്ട് നിങ്ങൾ ഉണങ്ങിയതിന് ശേഷം ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് അതൊക്കെ ഫുള്ള് ഡ്രം ഉണങ്ങും. ആ ഹീറ്റിൽ തന്നെ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ അത് ഫുള്ളായിട്ട് ഉണങ്ങും. ആ ഉണങ്ങിയതിന് ശേഷം പിന്നെ നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് വലിച്ചിടുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാൻ സാധിക്കും. നമ്മളൊക്കെ ഒരുപാട് ബ്രേക്ക് ഡൗണുകൾ അറ്റൻഡ് ചെയ്യുന്നതാണ് ഇങ്ങനെയുള്ള ഒരു പ്രശ്നം കൊണ്ട്. അപ്പോൾ അത് നമുക്ക് പോയിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ കസ്റ്റമർ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് പോവായിരിക്കും, പറയാൻ പറ്റില്ല, എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസോ കാര്യങ്ങളോ എന്തെങ്കിലും അത്യാവശ്യത്തിന് വണ്ടി എടുക്കുമ്പോഴായിരിക്കും ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. നമ്മൾ ഫ്രീ ആയിരിക്കുമ്പോൾ ഇതിപ്പോൾ ഒരു പുറത്തേക്ക് പോയിട്ട് വരാൻ വണ്ടി എടുക്കുമ്പോൾ ഇങ്ങനെ ജാമായി കഴിഞ്ഞാൽ നമുക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല, നമ്മൾ നിന്ന് ചെയ്ത് വർക്ക്ഷോപ്പിൽ നിന്ന് കൊണ്ടുവന്ന് ശരിയാക്കിയിട്ട് പോകാം. പക്ഷേങ്കിൽ എന്തെങ്കിലും ഒരു എമർജൻസി ആണ് എന്ന് വരും, നമ്മൾ മനുഷ്യൻ്റെ അവസ്ഥയാണ്. നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി വണ്ടി എടുത്തിട്ട് പോകണം എന്നുള്ളൊരു അവസ്ഥ വരുമ്പോൾ ഇങ്ങനെ ഒരു ജാമോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളാകെ ടെൻഷനാവും, എന്താ പറയുക, ആകെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ വണ്ടി മഴയത്ത് കൊണ്ടുപോയിട്ട് ഇടുമ്പോൾ ഹാൻഡ് ബ്രേക്ക് ഇടാതിരിക്കുക, ഗിയറിൽ നിർത്തിയിട്ട് നമ്മളൊരു കട്ടയോ കല്ലോ വെക്കുക. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് ഇട്ടോളൂ, ഒരു കുഴപ്പം വരില്ല. അതൊന്ന് വെടിച്ചതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് ഇട്ട് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. ഉണങ്ങാതെ ആ വെള്ളത്തോട് കൂടി കൊണ്ട് നിർത്തുമ്പോഴാണ് ഈ ഡ്രമ്മിൽ ഈ സാധനം ഒട്ടിപ്പിടിക്കുന്നത്, അപ്പോഴാണ് ഈ ബുദ്ധിമുട്ട് വരുന്നത്. അതും പ്രത്യേകം ശ്രദ്ധിക്കുക.
ഇതിൽ നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ സൗണ്ടുകളും കാര്യങ്ങളും അതുപോലെ ബ്രേക്ക് ചെയ്യുമ്പോഴുള്ള വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സോൾവ് ആയിട്ടുണ്ട്. വണ്ടി പക്കാ നീറ്റായിട്ട്. പിന്നെ കസ്റ്റമർ ബാക്കിൽ ഒരു ചെറിയൊരു സൗണ്ട് പറഞ്ഞു. പക്ഷേ ആ ഒരു സൗണ്ടൊന്നും ഇപ്പോൾ ഫ്രണ്ടിൽ ഈ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് അവർക്ക് ബാക്കിൽ ഫീൽ ചെയ്തത് സൗണ്ട്. പക്ഷേ ബാക്കിൽ സൗണ്ടോ കാര്യങ്ങളൊന്നും ഇല്ല. വണ്ടി പക്കയായിട്ട് തന്നെ ഉണ്ട്. ബാക്കിൽ നമ്മളിപ്പോൾ ബ്രേക്കൊക്കെ അഴിച്ചൊന്ന് ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ട് സസ്പെൻഷനിൽ ലിങ്ക് റോഡ്, അതുപോലെ തന്നെ സ്റ്റെപ്പിൽ മറ്റേ ടൈർ റോഡ് എൻഡ്, കട്ട് ബുഷ്, ബ്രേക്ക് പാഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ലോവർ ആമിൻ്റെ ബുഷ് കിറ്റും കാര്യങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി ഓടിക്കാൻ തന്നെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. യാതൊരുവിധ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നിങ്ങളുടെ വണ്ടിക്ക് ഇങ്ങനെയുള്ളൊരു കംപ്ലൈൻ്റ് ഒക്കെ വരുമ്പോൾ ഈ പറഞ്ഞ കാര്യം ഓർക്കുക. എന്നിട്ട് ആ ഒരു കാര്യം മാത്രം ചെയ്യുക. അതുപോലെ സർവീസ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ പറയുന്നത് പോലെ അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ലൈഫ് ഉണ്ടാവും വണ്ടിക്ക്. നമുക്ക് ഓടിക്കാൻ തന്നെ നല്ലൊരു സുഖം ഉണ്ടാവും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റുള്ള വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.